പ്രമുഖ കമ്പ്യൂട്ടർ പഠനകേന്ദ്രമായ ജി-ടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് ആന്റി ഡ്രഗ് ക്യാമ്പയിനും സെമിനാറും സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ നിർമ്മല കോളേജുമായി സഹകരിച്ചാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. കെ.എസ്.ആർ.ടി.സി ബസ് സ്റ്റാൻഡിന് സമീപം നടന്ന റോഡ് ഷോ മൂവാറ്റുപുഴ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. കേരളത്തിലെ പ്രമുഖ കമ്പ്യൂട്ടർ പഠന കേന്ദ്രമായ ജി-ടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ആന്റി ഡ്രഗ് ക്യാമ്പയിൻ വിവിധ പരിപാടികളോടെ മൂവാറ്റുപുഴയിൽ സംഘടിപ്പിച്ചത്. മൂവാറ്റുപുഴ നിർമ്മല കോളേജുമായി സഹകരിച്ചാണ് ജി-ടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ ലഹരിവിരുദ്ധ പരിപാടികൾ നടത്തിയത്. മൂവാറ്റുപുഴ കെ.എസ്.ആർ.ടി.സി ബസ് സ്റ്റാൻഡിന് സമീപം നടന്ന ലഹരിവിരുദ്ധ ലോഗോ പ്രകാശനം മൂവാറ്റുപുഴ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാർ നിർവഹിച്ചു. കമ്പ്യൂട്ടർ സ്ഥാപനവും നിർമ്മല കോളേജുമായി സഹകരിച്ച് ഇത്തരത്തിലൊരു ആന്റി ഡ്രഗ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചതിനുള്ള സന്തോഷം നിങ്ങളോട് പങ്കുവെക്കുകയാണ്. എക്സൈസ് വകുപ്പിന് വേണ്ടിയുള്ള നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിൽ ലഹരി വ്യാപനം നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അത് നമ്മുടെ സമൂഹത്തിൽ എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നെന്നും നമുക്കെല്ലാവർക്കും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട നിരവധിയായ കാരണങ്ങൾ ലഹരിയുടെ ഉപയോഗത്തിനും ലഹരിയുടെ ഒരു സാംക്രമിക രോഗം പോലെ യുവാക്കൾക്കും കുട്ടികൾക്കും ഇടയിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിൽപ്പനയും നടന്നു വരുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണിത്. ഞങ്ങളൊക്കെ സർവീസ് വരുന്ന സമയത്തുള്ള ഒരു ലഹരി ഉപയോഗത്തിൻ്റെ അല്ലെങ്കിൽ NDPS കേസുകൾ എന്നാണ് പറയുക. ക്ലാസ് എടുക്കുമ്പോൾ ബഹുമാനായ ശ്രീ KS ഇബ്രാഹിം നിങ്ങളോട് കൂടുതൽ കാര്യങ്ങൾ അത്തരത്തിൽ ശാസ്ത്രീയമായി വിശകലനം ചെയ്യും. നിയമവശങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിക്കുന്നതാണ്. അപ്പോൾ അത്തരം കേസുകളുടെ എണ്ണം വളരെ വലുതായിട്ട് കൂടി വരുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ പഠിക്കേണ്ടത് കെ.എസ്.ആർ.ടി.സി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും നിർമ്മല കോളേജിലേക്ക് നടത്തിയ റോഡ് ഷോയുടെ ഫ്ളാഗ് ഓഫും ജി കൃഷ്ണകുമാർ നടത്തി. നല്ലൊരു കൈകൾ കൊടുക്കാം മക്കളെ. ഓക്കെ, താങ്ക് യു സാർ. നിർമ്മല കോളേജിലെ NSS വിദ്യാർത്ഥികളും ജി-ടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ വിദ്യാർത്ഥികളും റോഡ് ഷോയിൽ പങ്കെടുത്തു. റോഡ് ഷോ കോളേജിൽ അവസാനിച്ചതിനു ശേഷം കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജസ്റ്റിൻ കുര്യാക്കോസ് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ലഹരിവിരുദ്ധ പരിപാടികളുടെ ഭാഗമായി കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ബോധവൽക്കരണ ക്ലാസ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KS ഇബ്രാഹിം നയിച്ചു. കല്ലുകൊണ്ട് ഇടിച്ച് 19 വയസ്സുള്ള പ്രിയ കൂട്ടുകാരിയെ കല്ലിലിടിച്ച് തല പൊട്ടി പിളർത്തി കൊന്നു കളയുന്നു. എന്നിട്ട് അവിടെ നിന്ന് പോകുന്നു കൂട്ടുകാരൻ കൂടി. ലഹരി ഒരു മനുഷ്യനെ എന്താക്കി തീർക്കും എന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണം. നമുക്ക് അച്ഛനെയും അമ്മയെ മറച്ചു വെക്കാം. കാരണം എല്ലാം ലോക്ക് ഇട്ട് ഫോൾഡറിനകത്ത് ഫോൾഡറിലാക്കി വെക്കാവുന്ന സാങ്കേതിക വിദ്യ നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് സാറിനെ മറയ്ക്കാം, നമ്മുടെ പ്രിൻസിപ്പളിനെ മറയ്ക്കാം. ആ മറ കെട്ടുമ്പോഴൊക്കെ നമ്മൾ വിചാരിക്കുക ഞാൻ ഏറെ ബുദ്ധിമതിയാണ്. കാരണം എന്റെ അധ്യാപകരെ, എന്റെ രക്ഷിതാക്കളെ, എന്റെ മാതാപിതാക്കളെ ഞാൻ എല്ലാം മറച്ചു വെച്ചിട്ടുണ്ട്. അവർക്ക് എന്തറിയാം അല്ലേ? നന്നായി ഒന്നൊരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ പോലും എന്റെ മമ്മിക്ക് അറിയില്ല, എന്റെ അമ്മക്ക് അറിയില്ല, എന്റെ ഉമ്മക്ക് അറിയില്ല. അതുകൊണ്ട് വളരെ വിദഗ്ധമായി എനിക്ക് അവരെയൊക്കെ പറ്റിക്കാം. വിദ്യാർത്ഥികൾക്കായി ക്വിസ് പരിപാടിയും സംഘടിപ്പിച്ചിരുന്നു. ബോധവൽക്കരണ റാലിക്കിടയിൽ വ്യാപാരികൾക്കും കാൽനടയാത്രക്കാർക്കും ബോധവൽക്കരണ നോട്ടീസും വിദ്യാർത്ഥികൾ വിതരണം ചെയ്തു. ഡോക്ടർ ഷൈമോൻ ജോസഫ്, NSS കോർഡിനേറ്റർമാരായ സംഗീത നായർ, ആൽബിഷ് കെ പോൾ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KS ഇബ്രാഹിം, ജി-ടെക് ASO ഡയറക്ടർ അനീഷ് ജോർജ്, ജി-ടെക് ഏരിയ മാനേജർ അനിൽ V നായർ, ജി-ടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ സെൻട്രൽ ഡയറക്ടർ ജോമോൻ ജോസഫ് ഉൾപ്പെടെയുള്ളവരാണ് പരിപാടിക്ക് നേതൃത്വം നൽകിയത്.